നമസ്കാരം. SUV വാഹനങ്ങൾക്ക് ഇന്ത്യയിൽ പ്രചാരം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അത് യഥാർത്ഥ SUV വാഹനം എന്നൊന്നുമില്ല. SUVയുടെ ഒരു ഷേപ്പ് കാര്യങ്ങളൊക്കെ മതി. അതിപ്പോൾ കോമ്പാക്ട് SUV ആണെങ്കിലും അല്ലെങ്കിൽ മൈക്രോ SUV ആണെന്നുണ്ടെങ്കിലും ഇഗ്നിസിനെയൊക്കെ ഇപ്പോൾ മൈക്രോ SUV എന്നാണ് വിളിക്കുന്നത്. കുറച്ച് കാലങ്ങൾക്ക് മുമ്പ്, ഏകദേശം ഒരു 4-5 വർഷം മുമ്പ്, ഇഗ്നിസ് എന്ന് പറയുന്ന വാഹനം ടോൾ ബോയ് കോൺസെപ്റ്റിലുള്ള ഒരു ഹാച്ച് ബാക്ക് വാഹനമായിരുന്നു. നമുക്കതൊക്കെ മാറ്റിവെക്കാം. SUV വാഹനങ്ങൾക്ക് ഇന്ത്യയിൽ വളരെയധികം പ്രചാരം കൂടുതലുണ്ട്. എന്നാൽ യഥാർത്ഥ SUV ക്യാരക്ടറിസ്റ്റിക് ഫീച്ചറുകളുള്ള SUV എന്ന് വിളിക്കാൻ കഴിയുന്ന വാഹനങ്ങൾ വിരലിലെണ്ണാവുന്ന വാഹനങ്ങൾ മാത്രമാണ്. ഇന്നത്തെ ബ്ലോഗിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2025 ഒക്ടോബർ മാസം ഏറ്റവും കൂടുതൽ വിറ്റ SUV വാഹനങ്ങളെക്കുറിച്ചിട്ടാണ്. ഇവിടെ SUV എന്ന പദം ഉപയോഗിക്കുമ്പോൾ എല്ലാ വാഹനങ്ങളും SUV അല്ല, സ്വീഡോ SUVകൾ ഒരുപാടുണ്ട്. തീർച്ചയായിട്ടും ഈ ഒരു കോണ്ടന്റ് ഉപകാരപ്രദമാകുമെന്ന് വിശ്വസിക്കുന്നു. എഞ്ചിൻ ബേയുടെ മറ്റൊരു ബ്ലോഗിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം. നമ്മുടെ ബ്ലോഗും നമ്മുടെ ചെറിയ ചെറിയ കോണ്ടന്റുകളൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. 20ാമത്തെ സ്ഥാനത്ത് യഥാർത്ഥ SUV എന്ന് വിളിക്കാൻ കഴിയുന്നൊരു വാഹനം തന്നെയാണ്. എൻഡവർ ഉണ്ടായിരുന്നെങ്കിൽ ഈ ഒരു വാഹനത്തെ ഒരിക്കലും ആരും അങ്ങനെ വിളിക്കില്ല. കാരണം എൻഡവർ ഓടിച്ച ഒരാൾ ഈ വാഹനം ഓടിച്ചാൽ തീർച്ചയായിട്ടും എൻഡവറിനെ പുകഴ്ത്തുകയുള്ളൂ. 20ാമത്തെ സ്ഥാനത്ത് വന്നിട്ടുള്ളൊരു വാഹനം ടൊയോട്ടയുടെ ഫോർച്യൂണറാണ്. 2920 യൂണിറ്റുകൾ 2025 ഒക്ടോബർ മാസം അവർക്ക് വിൽക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. 19ാം സ്ഥാനത്ത് വന്നിട്ടുള്ളത് ടാറ്റ ഹാരിയറാണ്. നമുക്കറിയാം, ഹാരിയറിന് ഇലക്ട്രിക് വേർഷൻ വന്നിട്ടുണ്ട്. അത് യഥാർത്ഥത്തിൽ സെയിലിനെ ബൂസ്റ്റ് ചെയ്തു എന്ന് തന്നെ പറയാം. 2025 ഒക്ടോബർ മാസത്തിൽ 4483 യൂണിറ്റുകളാണ് ടോട്ടൽ ഹാരിയർ വിറ്റത്. ഇനി 18ാം സ്ഥാനത്ത് വന്നിട്ടുള്ളത് ടൊയോട്ടയുടെ അർബൻ ക്രൂയിസർ ടൈസർ എന്ന് പറയുന്ന വേരിയൻ്റാണ്. വേരിയൻ്റ് എന്ന് പറയാൻ കഴിയില്ല, ഇതൊരു മോഡലാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു വാഹന നിർമ്മാണ കമ്പനിയുടെ ഒരു മോഡൽ ചെറിയ ചെറിയ കോസ്മെറ്റിക് ചേഞ്ച് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കങ്ങനെ കൃത്യമായിട്ട് നോക്കി മനസ്സിലാക്കിയാലാണ് ഈ ഒരു വാഹനത്തിന് എന്തെങ്കിലും ഒരു ചേഞ്ച് ഉണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. ഇത് മാരുതി സുസുക്കിയുടെ ഫ്രോങ്സ് തന്നെയാണ്. ഫ്രോങ്സിനെ ഗ്രില്ലിലും അതുമാത്രമല്ല ബ്രേക്ക് ലൈറ്റിലും ഒക്കെ ചെറിയ ചെറിയ ചേഞ്ചുകൾ വരുത്തിയിട്ട് ടൊയോട്ട അർബൻ ക്രൂയിസർ ടൈസർ എന്ന് പറയുന്ന പേരിൽ വിൽക്കുന്നു. ആ വാഹനമാണ് 18ാമത്തെ സ്ഥാനത്ത്. 4561 യൂണിറ്റുകൾ 2025 ഒക്ടോബർ മാസത്തിൽ അവർക്ക് വിൽക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പെട്രോളിലും CNGയിലും ഈ ഒരു വാഹനം അവൈലബിൾ ആണ്. 7,74,000 മുതൽ 13,04,000 വരെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ എക്സ്-ഷോറൂം പ്രൈസ്. ഇനി 17ാമത്തെ സ്ഥാനത്ത് ഒരുപാട് പ്രതീക്ഷയോടെ വന്നൊരു വാഹനമാണ് സ്കോഡയുടെ കൈലാക്കാണ്. കൈലാക്കിന് നല്ല റെസ്പോൺസാണ് മാർക്കറ്റിൽ നിന്ന് ലഭിക്കുന്നത്. 2025 ഒക്ടോബർ മാസത്തിൽ 5078 യൂണിറ്റുകൾ ഈ ഒരു പർട്ടിക്കുലർ മോഡലിന് വിൽക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെയധികം പ്രശംസ അർഹിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. 8,25,000 മുതൽ 13,99,000 വരെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ എക്സ്-ഷോറൂം പ്രൈസ്. എന്നാൽ 16ാമത്തെ സ്ഥാനത്തേക്ക് വന്നുള്ളൊരു വാഹനം അടിമുടി മാറ്റമായിട്ട് വരാൻ പോകുന്നൊരു വാഹനമാണ്. കിയയുടെ സെൽട്ടോസ് ആണ്. നമുക്കറിയാം, ഈ ഒരു വാഹനം K2 പ്ലാറ്റ്ഫോമിലാണ് വരുന്നത്. സെയിം ക്രെറ്റയുടെ പ്ലാറ്റ്ഫോമിൽ തന്നെയാണ് ഈ ഒരു വാഹനം വരുന്നത്. പ്ലാറ്റ്ഫോം ഷെയറിംഗ് മാത്രമാണ് ക്രെറ്റയും അല്ലെന്നുണ്ടെങ്കിൽ ഹ്യുണ്ടായും കിയയും തമ്മിൽ നടക്കുന്നുള്ളൂ. അല്ലാണ്ട് ഈ പറയുന്ന മാരുതിയുടെ വാഹനങ്ങളെടുത്ത് അതേപടി റീബാഡ് ചെയ്ത് ടൊയോട്ട വിൽക്കുന്നത് പോലെയല്ല ഇവിടെ കാര്യങ്ങൾ. അപ്പോൾ സെൽട്ടോസ് ഇനിയൊരു അടിമുടി ചേഞ്ചോടുകൂടി വരാൻ പോകുന്നുണ്ട്. അതിൻ്റെ സൈസ് കൂടും. അത് മാത്രമല്ല, അതായത് ഡയമെൻഷൻസിലൊക്കെ ഒത്തിരി വ്യത്യാസങ്ങളുണ്ടായിരിക്കും. ഡീസലിൽ 7 സ്പീഡ് DCT ട്രാൻസ്മിഷൻ അവൈലബിൾ ആയിരിക്കും എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് മാത്രമല്ല, ഹൈബ്രിഡ് ഓപ്ഷനും കൂടെ വരാനുള്ള സാധ്യതയുണ്ട് എന്നിങ്ങനെയുള്ള വാർത്തകളൊക്കെ വെളിയിലേക്ക് വരുന്നുണ്ട്. എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും ഈ ഒരു വാഹനം പ്രീമിയം നേച്ചറിൽ തന്നെയാണ് ഇന്നും നിലനിൽക്കുന്നത്. 2025 ഒക്ടോബർ മാസത്തിൽ 7130 യൂണിറ്റുകൾ അവർക്ക് വിൽക്കാൻ കഴിഞ്ഞു. പെട്രോളിൽ അവൈലബിൾ ആണ്, ഡീസലിൽ അവൈലബിൾ ആണ്, ടർബോ പെട്രോളിലും ഈ ഒരു വാഹനം അവൈലബിൾ ആണ്. 11,19,000 മുതൽ 20,56,000 വരെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ എക്സ്-ഷോറൂം പ്രൈസ്. ഇനി 15ാമത്തെ സ്ഥാനത്ത് വന്നുള്ള വാഹനം മഹീന്ദ്രയുടെ XUV700 ആണ്. മഹീന്ദ്രയെ മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുവന്ന വാഹനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാഹനം എന്ന് പറയുന്നത് XUV700 തന്നെയാണ്. സെമി ആക്റ്റീവ് ഇൻഡിപെൻഡൻറ്റ് സസ്പെൻഷനൊക്കെ ആയിട്ട് ഈ ഒരു വാഹനം ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വന്നത് വളരെ പ്രതീക്ഷയോടെയാണ്. ആ പ്രതീക്ഷ ഒരിക്കലും തെറ്റിച്ചിട്ടുമില്ല. 2025 ഒക്ടോബർ മാസത്തിൽ 10,139 യൂണിറ്റുകൾ അവർക്ക് വിൽക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ഒരു കാര്യം എടുത്തു പറയട്ടെ, ഈ ഒരു വാഹനത്തിൻ്റെ ഫേസ് ലിഫ്റ്റും ഉടൻ തന്നെ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരും. 14,49,000 മുതൽ 25,89,000 വരെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ എക്സ്-ഷോറൂം പ്രൈസ്. ഇനി 14ാമത്തെ സ്ഥാനത്ത് മാരുതി സുസുക്കിയുടെ ഗ്രാൻഡ് വിറ്റാരയാണ്. മിഡ് സൈസ് SUV ആണ്. ഈ ഒരു വാഹനത്തെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിക്കുള്ള ഒരു പ്രകടനമാണ് ഇന്ത്യൻ മാർക്കറ്റിൽ ഇത് കാഴ്ചവെക്കുന്നത്. സ്ട്രോങ് ഹൈബ്രിഡ് ഉണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. എന്നാൽ അത്
ടൊയോട്ടയുടെ സ്ട്രോങ് ഹൈബ്രിഡ് ആണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ടൊയോട്ട ഉണ്ടാക്കിയ സ്ട്രോങ് ഹൈബ്രിഡ് വാഹനത്തെ റീബാഡ് ചെയ്ത് മാരുതി വിൽക്കുന്നു. അത് സ്ട്രോങ് ഹൈബ്രിഡിൻ്റെ കേസിൽ മാത്രമാണ്. എന്നാൽ തിരിച്ച് നാച്ചുറലി ആസ്പിറേറ്റഡ് എഞ്ചിൻ വെച്ചിട്ടുള്ള മോഡൽ മാരുതി ഉണ്ടാക്കിയിട്ട് അത് ടൊയോട്ട റീബാഡ് ചെയ്ത് വിൽക്കുന്നു എന്നുള്ളതാണ്. 10,409 യൂണിറ്റുകളാണ് 2025 ഒക്ടോബർ മാസത്തിൽ ഈ ഒരു വാഹനം വിറ്റത്. പെട്രോളിൽ അവൈലബിൾ ആണ്, CNGയിൽ അവൈലബിൾ ആണ്. സ്ട്രോങ് ഹൈബ്രിഡിൻ്റെ കാര്യം നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. 11,42,000 മുതൽ 20,68,000 വരെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ എക്സ്-ഷോറൂം പ്രൈസ്. ഇനി 13ാമത്തെ സ്ഥാനത്ത് വന്നുള്ള വാഹനം അർബൻ ക്രൂയിസർ ഹൈ റൈഡർ ആണ്. ടൊയോട്ടയുടെ വാഹനമാണ്, എന്നാൽ ഇത് ടൊയോട്ടയുടെ വാഹനമല്ല. നമ്മൾ നേരത്തെ പറഞ്ഞു മാരുതി സുസുക്കിയുടെ ഗ്രാൻഡ് വിറ്റാര എന്ന് പറയുന്ന വാഹനത്തെ ടൊയോട്ട റീബാഡ് ചെയ്ത് വിൽക്കുന്നു. അത് നാച്ചുറലി ആസ്പിറേറ്റഡ് 4 സിലിണ്ടർ 1.5 എഞ്ചിൻ വെച്ചിട്ടുള്ള വാഹനമാണ്. എന്നാൽ ടൊയോട്ടയുടെ സ്ട്രോങ് ഹൈബ്രിഡ് വാഹനത്തെ മാരുതി സുസുക്കി റീബാഡ് ചെയ്ത് വിൽക്കുന്നു. ഈ ഒരു പ്രക്രിയയിലുള്ള ഒരു വാഹനമാണ് ഈ അർബൻ ക്രൂയിസർ ഹൈ റൈഡർ എന്ന് പറയുന്ന വാഹനം. 2025 ഒക്ടോബർ മാസത്തിൽ 11,555 യൂണിറ്റുകൾ ടോട്ടൽ വിറ്റു എന്നുള്ളത് അഭിനന്ദനം അർഹിക്കുന്ന കാര്യമാണ്. തീർച്ചയായിട്ടും നമ്മൾ അത് പറയാനുള്ളൊരു കാരണം എന്ന് പറയുന്നത് മാരുതി സുസുക്കിയേക്കാൾ കൂടുതൽ സെയില് ഇപ്രാവശ്യം ടൊയോട്ടയുടെ അർബൻ ക്രൂയിസർ ഹൈ റൈഡറിന് തീർച്ചയായിട്ടും ലഭിച്ചു എന്നുള്ളത് അഭിനന്ദനം അർഹിക്കുന്ന കാര്യം തന്നെയാണ്. ഈ 12ാം സ്ഥാനത്തേക്ക് വന്നുള്ള വാഹനം ഒരു സബ് ഫോർമേറ്റഡ് കാറ്റഗറിയിൽ വരുന്ന കോമ്പാക്ട് SUV ആണ്. ഹ്യുണ്ടായുടെ വെന്യൂ ആണ്. വെന്യൂവിന് അടിമുടി മാറ്റമാണ് ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളത്. ഡീസൽ ഓട്ടോമാറ്റിക് വന്നു എന്നുള്ളത് തീർച്ചയായിട്ടും ഹൈലൈറ്റ് ചെയ്യേണ്ട ഒരു പോയിന്റ് തന്നെയാണ്. എന്നാൽ പഴയ വെന്യൂ, ഇപ്പോൾ ഇറങ്ങിയ വെന്യൂവിന് മുമ്പുള്ള വെന്യൂവിൻ്റെ സെയിലാണ് ഇപ്പോൾ നമ്മൾ പറയുന്നത്. 2025 ഒക്ടോബർ മാസത്തിൽ ഹ്യുണ്ടായി വെന്യൂവിൻ്റെ സെയിൽ നമ്പർ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 11,738 യൂണിറ്റുകൾ തീർച്ചയായിട്ടും അവർക്ക് വിൽക്കാൻ കഴിഞ്ഞു. എന്നാൽ ഇനി അതങ്ങോട്ട് ഉയരും എന്നുള്ളതാണ് പ്രതീക്ഷ. കാരണം നിലവിലുള്ള വാഹനം എന്ന് പറയുന്നത് സുപ്രീമായിട്ടുള്ളൊരു അപ്ഡേഷനാണ്. K1 പ്ലാറ്റ്ഫോമിൻ്റെ ഒരു മോഡിഫൈഡ് വേർഷനാണ് തീർച്ചയായിട്ടും വന്നിട്ടുള്ളത്. K2 പ്ലാറ്റ്ഫോം മാറി എന്നുള്ളതാണ്. അത് യഥാർത്ഥത്തിൽ അതിനെ ഡീഗ്രേഡ് ചെയ്തു എന്ന് പറഞ്ഞേക്കാൾ കൂടുതൽ സ്പേസ് മാനേജ്മെൻറ്റിന് വേണ്ടിയിട്ട് ആ ഒരു പ്ലാറ്റ്ഫോം യൂസ് ചെയ്തു എന്നുള്ളതാണ് നമുക്ക് പേഴ്സണലി മനസ്സിലാക്കാൻ കഴിഞ്ഞൊരു കാര്യം. 3ാം സ്ഥാനത്ത് യഥാർത്ഥ SUV തന്നെയാണ് ഥാറും ഥാർ റോക്സും. ഥാർ ബ്രാൻഡിങ്ങിൽ വരുന്ന 2 വാഹനങ്ങളാണ് 2025 ഒക്ടോബർ മാസത്തിൽ 12,029 യൂണിറ്റുകളാണ് ടോട്ടൽ ഈ 2 വാഹനങ്ങളും ചേർത്ത് വിറ്റത്. തീർച്ചയായിട്ടും ഈ ഒരു വാഹനത്തിന് GST 2.0 വന്നപ്പോൾ നല്ല ഒരു ബെനിഫിറ്റ് ലഭിച്ചു എന്നുള്ളതാണ്. അതുമാത്രമല്ല ഥാർ റോക്സ് എന്ന് പറയുന്ന വാഹനവും നല്ല രീതിക്ക് വിറ്റ് പോകുന്നുണ്ട്. ഥാറിൻ്റെ 2 വീൽ ഡ്രൈവ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ അപ്ഡേഷന് വിധേയമായി എന്നുള്ളത് പ്രശംസ അർഹിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഇത്തരം വാഹനങ്ങൾക്ക് ഇന്ത്യൻ മാർക്കറ്റിൽ കിട്ടുന്ന ഒരു സ്വീകാര്യത എന്ന് പറയുന്നത് ദിനം പ്രതി കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഥാറിൻ്റെ 3 ഡോർ വേർഷൻ ഇത്തരത്തിലുള്ള അപ്ഡേഷനൊക്കെ വരുന്നുണ്ടെങ്കിൽ പോലും കോസ്മെറ്റിക് അപ്ഡേഷൻ തീർച്ചയായിട്ടും ഈ ഒരു വാഹനത്തിന് ഇനി ലഭിക്കാൻ പോകുന്നതേ ഉള്ളൂ. മിക്കവാറും ഥാർ റോക്സിൻ്റെ ഫ്രണ്ട് ഫേഷ്യയൊക്കെ ഈ ഒരു വാഹനത്തിലേക്ക് കൊണ്ടുവരും. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് 10ാമത്തെ സ്ഥാനത്ത് മാരുതി സുസുക്കിയുടെ കോമ്പാക്ട് SUV ആയിട്ടുള്ള ബ്രസയാണ്. CNGയിലും പെട്രോളിലും ഈ ഒരു വാഹനം അവൈലബിൾ ആണ്. തീർച്ചയായിട്ടും ഈ ഒരു വാഹനം 1.5 ലിറ്റർ പെട്രോൾ എഞ്ചിൻ ആയതുകൊണ്ട് തന്നെ GST 2.0 വന്നപ്പോൾ കാര്യമായിട്ടുള്ളൊരു ബെനിഫിറ്റ് ഒന്നും ലഭിച്ചില്ല എന്നുള്ളത് സത്യമാണ്. ഇനി 9ാമത്തെ സ്ഥാനത്ത് വന്നിട്ടുള്ള വാഹനം മഹീന്ദ്രയുടെ XUV 3XO ആണ്. പെട്രോളിലും ഡീസലിലും ഈ ഒരു വാഹനം അവൈലബിൾ ആണ്. ഉടൻ തന്നെ ഈ ഒരു വാഹനത്തിൻ്റെ ഇലക്ട്രിക് വേർഷനും ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. 12,237 യൂണിറ്റുകളാണ് 2025 ഒക്ടോബർ മാസത്തിൽ മൊത്തത്തിൽ ഈ ഒരു വാഹനം വിറ്റത്. 8ാമത്തെ സ്ഥാനത്ത് വന്നുള്ള വാഹനം കിയയുടെ സോണറ്റ് ആണ്. പെട്രോളിൽ അവൈലബിൾ ആണ്, ടർബോ പെട്രോളിലും അവൈലബിൾ ആണ്, ഡീസലിലും അവൈലബിൾ ആണ്. ഈ ഒരു വാഹനത്തിൻ്റെ സെയിൽ നമ്പർ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2025 ഒക്ടോബർ മാസത്തിൽ 12,745 യൂണിറ്റുകൾ ടോട്ടൽ അവർക്ക് വിൽക്കാൻ കഴിഞ്ഞു. തീർച്ചയായിട്ടും വെന്യൂവിൻ്റെ പ്രകടനം എങ്ങനെയായിരിക്കും അതനുസരിച്ചിട്ട് തീർച്ചയായിട്ടും ഈ ഒരു വാഹനം, അതായത് സോണറ്റിന് നല്ല രീതിക്കുള്ള ഓഫർ ലഭിക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ഇനി വരാൻ പോകുന്ന ഡിസംബർ മാസത്തിൽ ഈ ഒരു വാഹനം വാങ്ങാൻ ആഗ്രഹിക്കുന്ന ആളുകൾ തീർച്ചയായിട്ടും ഒന്ന് വെയിറ്റ് ചെയ്യുക. കാരണം ഈ ഒരു വാഹനത്തിന് നല്ല ഓഫർ ലഭിക്കും. അത് മാത്രമല്ല സിറോസിനും ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. ആ സ്ഥാനത്ത് റീസെൻ്റ് ആയിട്ട് മാരുതി സുസുക്കി ലോഞ്ച് ചെയ്ത മാരുതി സുസുക്കിയുടെ വിക്ടോറിയസ് എന്ന് പറയുന്ന SUV ആണ്. നല്ല മികച്ച പ്രകടനം തന്നെയാണ് ഈ ഒരു വാഹനം കാഴ്ചവെക്കുന്നത്. 13,496 യൂണിറ്റുകൾ 2025 ഒക്ടോബർ മാസത്തിൽ അവർക്ക് വിൽക്കാൻ കഴിഞ്ഞു. പെട്രോളിൽ അവൈലബിൾ ആണ്, അത് മാത്രമല്ല CNGയിലും അവൈലബിൾ ആണ്. CNG ടാങ്കൊക്കെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അണ്ടർ ബോഡിയിലാണ് ഇപ്പോൾ ഘടിപ്പിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും ഈ ഒരു വാഹനത്തിൻ്റെ പ്രകടനം ഇനി മാരുതി സുസുക്കി സസൂക്ഷ്മം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഈ ഒരു വാഹനത്തിൻ്റെ പ്രകടനം അനുസരിച്ചായിരിക്കും ഇനിയുള്ള വാഹനങ്ങളിൽ ഇത്തരത്തിലുള്ള അണ്ടർ ബോഡി CNG കിറ്റുകളൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ അവർ ഉദ്ദേശിക്കുന്നത്. 6ാം സ്ഥാനത്ത് യഥാർത്ഥ SUV തന്നെയാണ്. ലാഡ്രോൺ ഫ്രെയിമാണ്, റിയർ വീൽ ഡ്രൈവാണ്. ബൊലെറോ നിയോ.
ഈ രണ്ട് വാഹനങ്ങളും ചേർത്തിട്ട് 2025 ഒക്ടോബർ മാസത്തിൽ 14,343 യൂണിറ്റുകൾ ടോട്ടൽ വിൽക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ബൊലെറോ നിയോയിന് കാര്യമായിട്ടുള്ളൊരു അപ്ഡേഷൻ ലഭിച്ചിട്ടുണ്ട്. N11 എന്ന് പറയുന്ന വേരിയൻറ്റ് കുറച്ചും കൂടെ പ്രീമിയം ആക്കി മാറ്റി എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഒരുപാട് ഫാമിലി മെമ്പേഴ്സ്, അത്തരത്തിലുള്ള ഒരു 7 പേരൊക്കെയുള്ള ഒരു ഫാമിലി, അവർ തീർച്ചയായിട്ടും ഈ ഒരു വാഹനത്തെ കൺസിഡർ ചെയ്യും എന്ന് തന്നെയാണ് എൻ്റെ ഒരു പ്രതീക്ഷ. 3 സിലിണ്ടർ എഞ്ചിനാണ്, 3 സിലിണ്ടർ ടർബോ എഞ്ചിൻ തന്നെയാണ് വരുന്നത്. എന്നാൽ പോലും ആവശ്യത്തിനധികം ടോർക്കും പവറും ഈ ഒരു വാഹനത്തിനുണ്ട്. എക്സ്പെഷ്യലി ബൊലെറോ നിയോ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 260 Nm ടോർക്ക് അവിടെ വരുന്നുണ്ട്. അപ്രോക്സിമേറ്റ്ലി 100 bhp പവറും ആ ഒരു എഞ്ചിൻ ജനറേറ്റ് ചെയ്യുന്നുണ്ട്. 5ാമത്തെ സ്ഥാനത്ത് ടാറ്റയുടെ പഞ്ചാണ്. പ്രതീക്ഷയുടെ കാത്തിരിക്കുന്നുണ്ട് ഈ ഒരു വാഹനത്തിൻ്റെ ഫേസ് ലിഫ്റ്റിന് വേണ്ടിയിട്ട്. പെട്രോളിൽ അവൈലബിൾ ആണ്, ഡീസലിൽ അവൈലബിൾ അല്ല. ഡീസലിൽ അവൈലബിൾ ആയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വാഹനത്തിന് കുറച്ചും കൂടെ അക്സെപ്റ്റൻസ് കിട്ടിയേനെ. കാരണം ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്ന പോലെ ആൾട്രോസിലുള്ള ആ ഒരു 1.5 ലിറ്റർ ഡീസൽ എഞ്ചിൻ ഈ ഒരു വാഹനത്തിലേക്ക് വന്നിരുന്നെങ്കിൽ ചിലപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ വെയിറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ടായിരിക്കും. ഞാൻ പല വീഡിയോസിൽ ഈ ഒരു കാര്യം പറഞ്ഞതാണ്. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2025 ഒക്ടോബർ മാസത്തിൽ 16,810 യൂണിറ്റുകൾ ടോട്ടൽ വിൽക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ഇതിനകത്ത് കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത് ഇലക്ട്രിക് വേർഷൻസ് തന്നെയാണ്. ഇനി 4ാമത്തെ സ്ഥാനത്തുള്ള വാഹനം മാരുതി സുസുക്കിയുടെ ക്രോസ് ഓവർ വാഹനം എന്നൊക്കെ വിളിക്കാം, ഫ്രോങ്സ് തന്നെയാണ്. 17,003 യൂണിറ്റുകൾ 2025 ഒക്ടോബർ മാസത്തിൽ അവർക്ക് വിൽക്കാൻ കഴിഞ്ഞു. പെട്രോളിലും CNGയിലും അവൈലബിൾ ആണ്. ഈ സെയിം വാഹനം തന്നെ ടൊയോട്ട റീബാഡ്ജ് ചെയ്ത് അർബൻ ക്രൂയിസർ ടൈസർ എന്ന് പറയുന്ന പേരിൽ വിറ്റപ്പോൾ 4,561 യൂണിറ്റുകൾ മാത്രമാണ് അവർക്ക് വിൽക്കാൻ കഴിഞ്ഞുള്ളൂ. എന്നാൽ മാരുതി ഈ സെയിം വാഹനം വിറ്റപ്പോൾ 17,003 യൂണിറ്റുകൾ ടോട്ടൽ വിൽക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഒരു അച്ചീവ്മെൻ്റ് ആണ്. പെട്രോളിലും CNGയിലും ഈ ഒരു വാഹനം അവൈലബിൾ ആണ്. 3ാം സ്ഥാനത്തേക്ക് വന്നുള്ള വാഹനം യഥാർത്ഥ SUV തന്നെയാണ്. സ്കോർപിയോ നെയിം പ്ലേറ്റ്, സ്കോർപിയോ ക്ലാസിക്, സ്കോർപിയോ N. സ്കോർപിയോ ക്ലാസിക് എന്ന് പറയുന്നത് ഡീസൽ മാനുവലിൽ മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളൂ. പെട്രോളിലും അത് മാത്രമല്ല ഡീസലിലും ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനിലൊക്കെ അവൈലബിൾ ആകുന്നത് സ്കോർപിയോ N ആണ്. നമുക്കറിയാവുന്ന കാര്യം തന്നെയാണ്. 2025 ഒക്ടോബർ മാസത്തിൽ 17,880 യൂണിറ്റുകൾ ടോട്ടൽ അവർക്ക് വിൽക്കാൻ കഴിഞ്ഞു എന്നുള്ളത് തീർച്ചയായിട്ടും ഈ ഒരു വാഹനത്തിന് എത്രത്തോളം പ്രാധാന്യം ഇന്ത്യൻ മാർക്കറ്റിലുണ്ട് എന്ന് കാണിക്കുന്നത് തന്നെയാണ്. 8ാം സ്ഥാനത്ത് ഹ്യുണ്ടായി ക്രെറ്റയാണ്. ഒരു സംശയം വേണ്ട, ഈ ഒരു വാഹനം എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും ഏത് സെഗ്മെൻറ്റ് വാഹനങ്ങളുമായിട്ട് കമ്പയർ ചെയ്താൽ പോലും 1, 2, 3, 4 പൊസിഷനിൽ തീർച്ചയായിട്ടും ഈ ഒരു വാഹനം വരും. മറ്റു മാസങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഈ മാസം അത്യാവശ്യം നല്ല സെയിൽ ഉണ്ടായിരുന്നു. ഒരു ആവറേജ് 16,000, 17,000 യൂണിറ്റൊക്കെ വിറ്റുകൊണ്ടിരുന്ന ഈ ഒരു വാഹനത്തിന് ഇപ്പോൾ 18,381 യൂണിറ്റുകളായിട്ട് ഉയർന്നു നിൽക്കാൻ കഴിഞ്ഞു. 2025 ഒക്ടോബർ മാസത്തിലെ കണക്കാണ്. ഇലക്ട്രിക്കൽ അവൈലബിൾ ആണ്. അത് മാത്രമല്ല ടർബോ പെട്രോൾ ഉണ്ട്, നാച്ചുറലി ആസ്പിറേറ്റഡ് 1.5 MP എഞ്ചിനുണ്ട്, ഡീസൽ എഞ്ചിനും ഉണ്ട്. തീർച്ചയായിട്ടും ഈ ഒരു വാഹനത്തെ തന്നെ വെച്ചിട്ടാണ് ഈ ഒരു സെഗ്മെൻറ്റ് ഹൈലൈറ്റ് ചെയ്യുന്നത്. ക്രെറ്റ സെഗ്മെൻറ്റ് എന്നാണ് ഇപ്പോൾ ഈ ഒരു മിഡ് സൈസ് SUV സെഗ്മെൻറ്റിന് തന്നെ പറയപ്പെടുന്നത്. 1ാം സ്ഥാനത്ത് നിന്നുള്ള വാഹനം പെട്രോളിൽ അവൈലബിൾ ആണ്, CNGയിൽ അവൈലബിൾ ആണ്, ഇലക്ട്രിക്കൽ അവൈലബിൾ ആണ്, ഡീസലിൽ അവൈലബിൾ ആണ്. ഇനി ഫ്ലെക്സ് ഫ്യൂലിൽ കൂടി ഈ ഒരു വാഹനം അവൈലബിൾ ആകും. ടാറ്റയുടെ നെക്സോൺ ആണ്. 22,083 യൂണിറ്റുകൾ വിറ്റ് 2025 ഒക്ടോബർ മാസത്തിൽ 1ാം സ്ഥാനത്ത് വന്ന വാഹനം ടാറ്റയുടെ 5 സ്റ്റാർ റേറ്റിംഗ് ഉള്ള കോമ്പാക്ട് SUV ആയിട്ടുള്ള നെക്സോൺ ആണ്. തീർച്ചയായിട്ടും ഈ ഒരു കോണ്ടന്റ് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. നല്ല ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരിക്കൽ കൂടെ നന്ദി. നമസ്കാരം.